പാപത്തിലേക്കും ഒക്കെ വീണു പോവുകയും ചെയ്തു. എന്നാൽ അവരാരും നിന്നെ സഹായിക്കാൻ പോകുന്നില്ല. നീ തലയിൽ കൈവച്ചുകൊണ്ട് അവിടെ നിന്ന് ആ വിശ്വാസത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന് തമ്പുരാൻ പറയുന്നു. ദൈവമായ കർത്താവ് മാത്രമായിരിക്കും നിന്നെ സഹായിക്കാൻ ഉണ്ടാവുക. നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമ വായിക്കുമ്പോൾ, ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവന് ഒരുപാട് കൂട്ടുകാരുണ്ടാവുന്നുണ്ട്. അവൻ്റെ പാപത്തിൻ്റെ പങ്കുപറ്റാൻ വന്ന കൂട്ടുകാരാണ്. എന്നാൽ അവനൊരു കഷ്ടകാലം വന്നപ്പോൾ അവരാരും അവൻ്റെ കൂടെ ഉണ്ടായില്ല. അവൻ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് വരികയാണ്. ഇത് പ്രകൃതിയുടെ നിയമമാണ്, വചനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കഷ്ടത വരുമ്പോൾ നമ്മൾ അവിശ്വസ്തതയിൽ വിശ്വാസമർപ്പിച്ച നമ്മളുടെ കൂട്ടുകാരാരും